കനകൈക മഹാബുദ്ധി. ഇതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ വസിഷ്ഠനോട് വസിഷ്ഠൻ രാമനോട് പറയുന്നുണ്ടല്ലോ, സർവത്ര പഞ്ചഭൂതാനി, പഞ്ചഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ. ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ, ആറാമതൊന്നിനെ മോനെ തിരഞ്ഞാൽ കിട്ടില്ല. പാതാളേ ഭൂതലേ വാപി, പാതാളത്തിൽ പോയിക്കോ, ഭൂമിയിൽ എവിടെ വേണമെങ്കിലും പോയിക്കോ. അതുകൊണ്ട് തന്നെ ധീരത്തത്ര ന മുഹ്യതി, ധീരൻ ഈ വിഷയത്തിൽ മോഹിക്കാറില്ല എന്ന് പറയാം. ധീരൻ ഒരല്പം പോലും മോഹമില്ല. കാരണം അവൻ കാണുന്നത് മുഴുവൻ ഇതാണ്. ഇത് പലതായി വിരിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാനാണെന്ന് ശരിക്കറിഞ്ഞുള്ള നമ്മുടെ സമീപനത്തിൽ ഇനി മാറ്റം വരണം. നമ്മളെ ഭൂമിയോട്, നമ്മുടെ പ്രകൃതി, ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി അങ്ങേയറ്റം സാമ്യപ്പെട്ട് കഴിയുന്നവനാണ്. അവൻ്റെ ലക്ഷണം എന്ത് എന്ന് ചോദിച്ചാൽ അവൻ പ്രകൃതി അനുസാരിയായിരിക്കും. ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ ഭക്തൻ്റെ ലക്ഷണം നിർവചിക്കുകയാണെങ്കിൽ അവൻ പ്രകൃതിക്ക് ഒരിക്കലും ഒരു വിഘാതം നിൽക്കുന്നവനായിരിക്കില്ല, തടസ്സം സൃഷ്ടിക്കുന്നവനല്ല. അവനൊരു കാറ്റ് പോലെ, ഒരു സമുദ്രം പോലെ, ഒരു തിരമാല പോലെ, ഒരു നദി പോലെ, ഒരു ഇല പോലും മഞ്ഞയായി കൊഴിഞ്ഞ് വീഴുന്നതിനൊരു സൗന്ദര്യമുണ്ട് അല്ലേ? ഇല പച്ചയാവുന്നതും നമ്മൾ പറയും, നമ്മൾ വെറുതെ പ്രകൃതിയുടെ അതിസുന്ദരമായ ഈ പ്രക്രിയയിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? ദയവേത് ഈ കോമാളിത്തരങ്ങളൊക്കെ ഈ ഗീത പഠിച്ചതിന് ശേഷം നമുക്ക് ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്താണ്? അതായത് പഴുത്ത പ്ലാവില അല്ലെങ്കിൽ പഴുത്ത ഇല ഇങ്ങനെ വീഴുന്നത് കാണുമ്പോൾ പച്ച ഇല ഇങ്ങനെ ചിരിക്കും അത്രേ. എവിടെ അത് നീ ചിരിക്കുന്നതാ. പച്ച ഇലയ്ക്ക് അങ്ങനത്തെ ചിരിയൊന്നുമില്ല. പച്ച ഇലയായിട്ട് തന്നെ നിലനിൽക്കും. മഞ്ഞ വീഴുന്ന സമയത്ത് ഡാൻസ് ചെയ്തുകൊണ്ട് വീഴും. എന്നിട്ട് അത് വീണ്ടും കരിഞ്ഞ് ഉണങ്ങി വീണ്ടും അതിന് പോഷകമായി അത് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു ഭാവത്തിൽ കയറി ചെല്ലും. എന്നിട്ട് പച്ചയായി ആവിർഭവിക്കും. നീയാണ് പഴത്തൊലി തിന്ന് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നടന്ന് വീഴുമ്പോൾ നിന്റെ ഭാര്യയാണ് ചിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയും. അതൊക്കെ നമ്മെ സംബന്ധിക്കുന്നത്. പ്രകൃതിയെ വർണ്ണിക്കുന്ന കവികളുമുണ്ട്, പ്രകൃതിയിൽ ദോഷം കാണുന്നവരുമുണ്ട്. പക്ഷേ നമ്മളെ സ്വാധീനിക്കുക ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ളതൊക്കെയാണ്. കുറുക്കനെ പോലെയാണ്. കുറുക്കൻ മുന്തിരിങ്ങയ്ക്ക് ചാടിയിട്ട് കുറുക്കന് പിന്നെ മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞു. കുറുക്കൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആര് പറഞ്ഞു? കുറുക്കൻ ചതിയനാണ്. നിങ്ങൾ എന്തെങ്കിലും കുറുക്കൻ ഒരു ചിട്ടി കമ്പനി നടത്തിയിട്ട് നിങ്ങളുടെ ആരെങ്കിലും കാശ് കുറുക്കനെ എടുത്തു വെച്ചു ഉണ്ടോ? എന്ത് ചതി? ആരോടാ കാണിച്ചത്? നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. കുറുക്കൻ എന്ന് പറഞ്ഞാൽ ചതിയൻ. ഒരു കുറുക്കൻ റോഡിൽ വല്ല വണ്ടിയുടെ അടിയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറുക്കനെ കണ്ടാൽ എന്തെങ്കിലും തോന്നും. നേരെ മറിച്ച് ഒരു ആട്ടിൻകുട്ടിയാണെങ്കിലോ നമുക്ക് അയ്യോ പാവം. എന്താ കുറുക്കന് ഇതൊന്നുമില്ലേ? കള്ളനാണ്, കോഴിയെ കക്കുന്നവനാണ്. എന്നാൽ പുല്ല് കക്കുന്നവനല്ലേ ആട്? ഇല്ല എന്ന് പറയും. അപ്പം എല്ലാം അതാണ്. അപ്പം നമ്മുടെ ഒരു സമീപനത്തിൽ നമ്മൾ അങ്ങേയറ്റം പ്രകൃതി അനുസാരിയായിരിക്കും. അപ്പം നമ്മൾ പ്രകൃതിയുമായിട്ടൊരു സാമ്യത്തിൽ വരാൻ, അതിൻ്റെ താളത്തിൽ ആ പ്രപഞ്ചത്തിൻ്റെ ഒരു താളമുണ്ടല്ലോ, ആ താളം നമുക്ക് നല്ല പരിചയമാവും. ഖഗോള സംഗീതം എന്ന് പറയും. എന്താ? സോങ് ഓഫ് സ്പിയർ എന്നാണ് അതിനെ പറയുന്നത്. ഭൂമിയുടെ മാത്രമല്ല, ഈ മുഴുവൻ ബ്രഹ്മാണ്ടത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു സംഗീതം വരാനുണ്ട് എന്ന് പറയാം. ആ സംഗീതം കേൾക്കാൻ നമ്മൾ തുടങ്ങും, അതായിട്ട് നമ്മൾ തീരും. ഇതൊക്കെയാണ് ഭക്തൻ്റെ ലക്ഷണമായിട്ട് ഈ ഗീതയ്ക്ക് പറയാനുള്ളത്. ഭഗവാനെ അവതരിപ്പിക്കുന്നതും അതായിട്ടാണ്. അല്ലാതെ നമ്മൾ ഇത് വെച്ചാൽ അത് തീരും, എന്നിട്ട് ഒരു ദൃഷ്ടിഗണപതി ഇപ്പം എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ഫിറ്റാക്കി വെച്ചിരിക്കുക. ഇപ്പം ഇവന് ഉത്തരവാദിത്വം ഒന്നുമില്ല, ഒക്കെ ദൃഷ്ടിഗണപതി വേണം നോക്കാൻ. വല്ലവരും മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി ഇനിയിപ്പോൾ എങ്ങനെയാപ്പോൾ സ്വാമിയെ വീട്ടിൽ വിളിക്കുക? ഇതൊക്കെ ഉണ്ടല്ലോ. ആദ്യം നമ്മുടെ സമീപനമൊക്കെ ഒന്ന് മാറേണ്ടതുണ്ട്. ഭഗവാൻ പറയുന്ന സങ്കേതങ്ങളിൽ ഈ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതിൽ അപ്പം മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഞാനാണെങ്കിൽ ഇതൊക്കെ എത്രത്തോളം പരിശുദ്ധമാക്കി വെക്കണം. ഈ വിശ്വത്തിലെ
ഏറ്റവും പരമോന്നതമായത്, ഏറ്റവും മഹനീയമാർന്നത് ഭഗവാൻ എന്ന് നാം കരുതുന്നുവെങ്കിൽ ഇതിലൊക്കെ എത്ര മഹത്വം നാം ദർശിക്കണം. അപ്പോൾ ഭൂമിയുമായി നാം പെരുമാറുമ്പോൾ ഒരു മഹാത്മാവുമായിട്ടുള്ള സമ്പർക്കമല്ലേ നമുക്ക്, ആ ഒരു ഭാവനയല്ലേ നമുക്ക് വേണ്ടത്. ആ ഒരു ഭാവനയിലൂടെ നിങ്ങളൊന്ന് നടന്ന് നീങ്ങി നോക്കൂ, കാര്യങ്ങളൊക്കെ അടിമേൽ മറയും ഇല്ലേ. ഇപ്പം നമ്മൾ ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ നിന്ന് ആ വൃക്ഷത്തിൻ്റെ തണൽ അനുഭവിച്ച് ബസ് കയറി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കൊന്നും തോന്നാറില്ല. ആ ഹിമഗിരി വിഹാരം, അതായത് ഹിമവത് വിഭൂതി എന്ന് വിശേഷിപ്പിക്കുന്ന തപോവനസ്വാമികൾ പറയുന്നുണ്ട്, യോ ദേവോ ഛായാരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ. ഇതാ തണലായി നിന്ന ഭഗവാന് എൻ്റെ നമസ്കാരം. നമ്മൾ ഒരു ബീഡിക്ക് തീ തന്നാൽ താങ്ക്സ് പറയും അല്ലേ, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി തന്നതാണത്. എന്നാലും നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞ അല്ലെങ്കിൽ ആ തണലേകിയ വൃക്ഷത്തോട് നമുക്ക് എന്തെങ്കിലും, ഇപ്പം നമ്മൾ നിന്നിങ്ങനെ പറയണമെന്നല്ല, നമുക്ക് ജസ്റ്റ് നോക്കാൻ തോന്നാറുണ്ടോ മുകളിലേക്ക്? നമ്മൾ ആകെ നോക്കുക എന്താണെന്നറിയോ, കാക്ക വന്നിരുന്ന് കാഷ്ടിക്കുകയോ, നോക്കുമ്പോഴേക്കും കാഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? ഏതു നേരം ആ ചിന്തയായിട്ടാണ് പോകുന്നത്. അപ്പം കാക്കി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഒന്ന് കാഷ്ടിക്കാം എന്ന്. കാക്കിക്കും തോന്നുന്നു ഇതൊരു ക്ലോസറ്റാണ് എന്ന് നമ്മളെ കാണുമ്പോഴേ. അതെ, കൃത്യമായിട്ട് എന്തുകൊണ്ട് കാക്കി അത് ചെയ്യുന്നു? നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നട്ടെ കാക്കി വരില്ലേണ്ടാന്ന്, ഒന്നുമില്ല, കറക്റ്റായിട്ട് അതങ്ങനെ വന്നിട്ട് പ്രകൃതിയുമായിട്ടുള്ളൊരു താളം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ നമുക്ക് അനുകൂലമായിരിക്കും. നമ്മുടെ യാത്ര വളരെ എളുപ്പമാവും. ഭഗവാൻ തുടർന്ന് പറയുന്നു, അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യയേദം ധാര്യത്തെ ജഗത്. അപരേയം ഇതഃ തു അന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം ഹേ മഹാബാഹോ യേദം ധാര്യതേ ജഗത്. യയാ ഇദം ധാര്യതേ ജഗത്. അല്ലയോ അർജുന മഹാബാഹോ, ഇയം അപര ഇതഃ തു അന്യാം. ഭഗവാൻ പറയുന്നു ഇയം, ഇയം എന്ന് പറഞ്ഞാൽ ഇത്. ഏതാണ് ഈ ഇപ്പം ഭഗവാൻ പറഞ്ഞുവല്ലോ അഷ്ടമൂർത്തി. ഭഗവാനെ അതുകൊണ്ട് അഷ്ടമൂർത്തിധരൻ എന്ന് പറയും. ഈ എട്ടിനെ ധരിച്ചവൻ എന്നാണ്. ഈ അപര, ഇനി എന്താണ് അപര എന്ന് പറയുന്ന ഇത്? അപരാപ്രകൃതിയാണ്. ഇതെൻ്റെ അപരാപ്രകൃതിയാണ്, സ്ഥൂലമായിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഭൂമിയും ആകാശവും വായുവും ജലവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും. ഇതഹാത്തു അന്യാം, ഇതഹാത്തു അന്യാം, ഇതിൽ നിന്ന് അന്യമായി വേറിട്ട ഒരു പ്രകൃതി. ജീവഭൂതാം, ജീവഭൂതാം എന്ന് പറഞ്ഞാൽ ജീവസ്വരൂപമായിട്ടുള്ള യയാ ഇതം ജഗത് ധാര്യതേ. യയാ, യാതൊന്നാണോ ഇതം ജഗത് ധാര്യതേ, ഈ ജഗത്തിനെ ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രകൃതിക്ക് സൂക്ഷ്മരൂപത്തിൽ മറ്റൊരു പ്രകൃതിയുണ്ട്. ഉപനിഷത്തിൽ ജഗത്യാം ജഗത് എന്നാണ് പ്രയോഗം. ജഗത്തിൻ്റെ ജഗത്ത് എന്ന്. അപ്പൊ രണ്ട് ജഗത്താണ്, ഒന്ന് സൂക്ഷ്മം ഒന്ന് സ്ഥൂലം. അതിനെ ഇതം സർവം ഈശാവാസ്യം എന്ന് പറയുന്നുണ്ട്. ജഗത്യാം യത് കിഞ്ച ജഗദസ്തി ഇതം സർവം. അങ്ങനെ ഈശാവാസ്യത്തിലെ ഒന്നാമത്തെ മന്ത്രം. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീതാഹ മാകൃത കസ്യ സ്വിദ്ധനം. അപ്പം ഇതം ജഗത് ധാര്യതേ, യാതൊന്നാണോ ഈ ജഗത്ത് ധരിക്കപ്പെടുന്നത്, താം അതിനെ മേ പരാം പ്രകൃതി വിദ്ധി. അപ്പൊ എൻ്റെ പരാപ്രകൃതിയായി അതിനെ അറിയണം. ഭഗവാൻ സൂക്ഷ്മമായ ഒന്നിനെ കാണിച്ചു തന്നിട്ട് ഈ സൂക്ഷ്മത്തിനപ്പുറം, ഈ സ്ഥൂലത്തിനപ്പുറം ഒരു സൂക്ഷ്മമുണ്ട് എന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ രണ്ട് ഭാവങ്ങൾ, ഒന്ന് സ്ഥൂലം ഒന്ന് സൂക്ഷ്മം. അപ്പൊ എങ്ങനെ അറിയണം?
അതാണ്, ഒന്ന് തിരമാല സമാനമാണെങ്കിൽ ഒന്ന് സമുദ്ര സമാനം. ഇനി ഒന്ന് സമുദ്ര സമാനമാണെങ്കിൽ ഒന്ന് ജലസമാനം, അല്ലെങ്കിൽ ഹൈഡ്രജൻ സമാനം, ഓക്സിജൻ സമാനം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ സമുദ്രത്തെ കാണുന്ന സമയത്ത് നാം ഹൈഡ്രജനെയും ഓക്സിജനെയും കാണുന്നില്ല എന്ന് പറയാം. ഉണ്ടോ? കാണുന്നില്ല. കാരണം ജലത്തിന് അങ്ങനെയൊരു രൂപമുണ്ട്. ഇപ്പം ജലം പറയുകയാണ് ഇത് ഞാനല്ല. ഇതുപോലെ തന്നെയാണ് ഈ പഞ്ചമഹാഭൂതങ്ങളെല്ലാം തന്നെ. അഗ്നിക്കൊരു സൂക്ഷ്മ ഭാവമുണ്ട്, ഭൂമിക്കൊരു സൂക്ഷ്മഭാവമുണ്ട്, ആകാശത്തിനൊരു സൂക്ഷ്മഭാവമുണ്ട്, വായുവിനൊരു സൂക്ഷ്മഭാവമുണ്ട്. ഈ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് എങ്ങനെയാണിത് ആവിർഭവിച്ചത് എന്നതിനെ വേദാന്തത്തിൽ പഞ്ചീകരണം എന്ന് പറയും. എങ്ങനെ ഇത് പഞ്ചീകരിക്കപ്പെട്ടു? വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം, ഇതിലൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ ഇതിനെ വിസ്തരിക്കുന്നുണ്ട്. ഓരോരോ പ്രകാരത്തിൽ ഇത് പ്രകടമായതും അത് വീണ്ടും മറ്റു പലതുമായിട്ട് ചേർന്നതും ഒക്കെ അത് സ്ഥൂലമായിട്ടുള്ളൊരു ഭാവമാണ്. ഭഗവാൻ പറയുന്നു, പരാം പ്രകൃതിം വിദ്ധി, ഇതെൻ്റെ പരാപ്രകൃതിയായി അറിയൂ, ഒന്ന് അപരാപ്രകൃതിയായിട്ട് അറിയൂ. തുടർന്ന് എങ്ങനെയാണ് ഇതിനെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത്യാദി കാര്യങ്ങൾ പറയുന്നു. നോക്കാം. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തഥാ. ഏതദ് യോനീനി ഭൂതാനി സർവാണി ഇതി ഉപധാരയ അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ തഥാ. സർവാണി ഭൂതാനി ഏതദ് യോനീനി. സർവാണി ഭൂതാനി, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഭൂതാനി എന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ടുണ്ടോ, ഭൂസത്തായ, ഭൂതാനി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ളത്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ആറ്റത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിലേക്കൊന്നും നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, നേത്രങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറയാം. അതിന് സൂക്ഷ്മദർശിനികളുടെ ആവശ്യമുണ്ട്. അങ്ങനെ എന്തൊക്കെ സർവാണി ഭൂതാനി എല്ലാം തന്നെ ഏതദ് യോനീനി, ഈ യോനിയിൽ നിന്ന് പ്രകടമായതാണ്. ഏതാണ് ഏതദ് യോനീനി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രകാരത്തിലുള്ളതാണ്, രണ്ട് യോനികളാണ്. ഒന്ന് സൂക്ഷ്മം, ഒന്ന് സ്ഥൂലം. ഒന്നുകിൽ അത് സൂക്ഷ്മമാണ് അല്ലെങ്കിൽ സ്ഥൂലമാണ്. സൂക്ഷ്മമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും എന്താ പറയുക, നേത്രങ്ങൾക്ക് വിധേയമല്ല. നിങ്ങളുടെ ചിത്രം ഇന്നത്തെ പുതിയ ഒരു ഇതിൽ നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളതിനെ എന്താ പറയുക വലുതാക്കുക. അതിലിപ്പോൾ എത്ര ശതമാനം ഉണ്ടല്ലോ, ഒരു ചെറിയ ഫോട്ടോ എടുത്തിട്ട് അതിനെ ഒരു 50%, ഒരു 100%, 150%, 200%, അങ്ങനെ അതിനെങ്ങനെ കൂട്ടി 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 കുറേ കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ വലുതായി 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 വരുന്നതിനനുസരിച്ച് അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ട് വലിയതാവാൻ ശ്രമം, അത് നമ്മുടെ സ്ക്രീനിൽ നിന്നൊക്കെ പോവും. എന്നിട്ടോ പിന്നെ 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 ഒന്നും ഉണ്ടാവില്ല. ചെറുതാക്കാൻ ശ്രമിക്കുമ്പോഴോ ഇത് തന്നെയാണ് സംഭവിക്കുക. പിന്നെ ഒരു പൊടി കുത്താവും, പിന്നെ അത് കാണില്ല. ഒരു സൂക്ഷ്മതലം, ഒരു സ്ഥൂലതലം, ഇങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ രണ്ട് യോനികളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇത് ഉപധാരയ, ഇത് നാം അറിയേണ്ടതാണ്. ഏത് വസ്തുവിനും ഈ കാണുന്ന എല്ലാറ്റിനും എന്തുണ്ട്? ഒരു സൂക്ഷ്മഭാവമുണ്ട്, സ്ഥൂലഭാവമുണ്ട്. അപ്പം ഇത് കൂടി ചേരുന്ന ഘനീഭൂതമാകുന്ന സമയത്താണ് അത് നമുക്ക് വിഷയമാകുന്നത്. അല്ലെങ്കിലോ നമുക്ക് വേണമെങ്കിൽ ഏത് സാധനവും ഇല്ലാണ്ടാക്കാം. ഇല്ലാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അത്, ഇല്ലേ? അതാണല്ലോ ഭാഗവതത്തിൽ ഒലക്ക കൊണ്ടുപോയിട്ട് രാഗി 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 പൊടിച്ചിട്ട് അവസാനം കടലിലിട്ടു എന്നാണ്. അപ്പോഴോ അതുണ്ടായി, അത് പുല്ലായി എന്നൊക്കെ, അതില്ലാതെയാവുന്നില്ല. അതിനൊരു സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിലേക്ക് അത് പോകുന്നു. ഇത് നാം അറിയേണ്ടതാണ്. ഭഗവാൻ അർജുനോട് പറയുന്നു, ഇത് ഉപധാരയ, എല്ലാറ്റിനും ഒരു സൂക്ഷ്മതലമുണ്ട്. അഹം, ഞാൻ, കൃത്സ്നസ്യ, പൂർണ്ണമായ, ജഗതഃ, ജഗത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും, പ്രഭവഃ, ഞാൻ ഉത്പത്തിക്ക് കാരണമാണ്. എന്നിൽ നിന്നാണിത് ആവിർഭവിച്ചത്. അതുപോലെ തഥാ പ്രളയ, ഞാൻ ഇതിൻ്റെ പ്രളയവും ആകുന്നു. എന്നിലാണിത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ എന്നുള്ളതിന് ഈ
ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. ഗോഡ് എന്ന് പറയുന്നതിൻ്റെ താത്പര്യം തന്നെ അതാണത്രേ. ഗോഡ് എന്നതിലെ ജി ജനറേറ്റർ എന്നാണ്. ഓ എന്നുള്ളത് ഓർഗനൈസറാണ്. ഡി ഡിസ്ട്രോയർ ആണെന്ന് പറയും. അതിനെ ഉത്പാദിപ്പിച്ച് നിലനിർത്തി ഇല്ലാതെയാക്കുന്ന ആ എന്താ പറയുക 3 ഭാവങ്ങളെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ആര് ചെയ്യുന്നുവോ, ആരിൽ ഇത് നടക്കുന്നുവോ അവനാണ് ഈശ്വരൻ എന്ന് പറയാം. ഞാൻ എന്നിലാണ് പ്രഭവ, അതുപോലെ അഹം പ്രളയ, ഞാൻ ഇതിൻ്റെ പ്രളയ സ്ഥാനവുമാകുന്നു. ഇത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ, യഥോവാ എവിടെ നിന്നാണോ ഇമാനി ഭൂതാനി ജായന്തേ, ഈ ഭൂതങ്ങളെല്ലാം ജായന്തേ ജനിക്കുന്നത്. ഏന ജാതാനി ജീവന്തി, യാതൊന്നിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. യത് പ്രയന്തി അഭിസംവിശന്തീതി, യാതൊന്നിലേക്കാണ് ഇത് വിലയിക്കുന്നത്. തത് ബ്രഹ്മേതി, അതിനെ ബ്രഹ്മം എന്നറിഞ്ഞാലും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. അതാണ് ബ്രഹ്മത്തിൻ്റെ ലക്ഷണം. എന്താണ്? എവിടെ നിന്നുണ്ടായി, എവിടെ നിലനിന്ന് എവിടേക്ക് വിലയിക്കുന്നു. ഭഗവാൻ പറയുന്നു, എന്നിലാണ് ഇതെല്ലാം ആവിർഭവിച്ചത്, എന്നിലാണിത് നിലനിൽക്കുന്നതും, അതുപോലെ എന്നിലേക്കാണിത് വിലയിക്കുന്നതും. ഈ ലോകത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നാം തന്നെയാണ്. എവിടെയാണ് ഈ ലോകം ആവിർഭവിച്ചത്? ആർക്കാണ് ഈ ലോകം ഉള്ളതായി ഇരിക്കുന്നത്? ആർക്കാണ്? ആരാണ് ഈ ലോകത്തിന് നിലനിൽപ്പ് കൊടുക്കുന്നത്? ആർക്കാണ് ഈ ലോകം ഇല്ലാതായിത്തീരുന്നത്? ആർക്കാ? വ്യഷ്ടിതലത്തിൽ നമ്മളിൽ ഈ ഒരു വലിയ സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കുന്നില്ലേ? ഉണ്ട്. നാം തന്നെയാണ് എന്താ പറയുക, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വനുമായിട്ട് നിലകൊള്ളുന്നത്. നമുക്കൊരു ലോകമുണ്ട്. ആ ലോകത്തെ സൃഷ്ടിക്കുന്നത് നാം തന്നെയാണ്. ആ ലോകത്തെ നിലനിർത്തുന്നതും നാം തന്നെയാണ്. ആ ലോകത്തെ ഇല്ലാതെയാക്കുന്നതും നാം തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഭഗവാനാണ് ഈ വിശ്വത്തെ മുഴുവൻ. ആ വിരാട് വർണ്ണനയൊക്കെ ഉണ്ട്. വിരാട് ഭാവത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അർജുനനും അത്ഭുതപ്പെടുന്നുണ്ട്. ഈ വിരാട് ഭാവം കണ്ടിട്ട് അർജുനൻ ഇങ്ങനെ ഇത്രയൊക്കെ അത്ഭുതപ്പെടാൻ എന്തായിരിക്കുന്നത് എന്നാ ഒരു കുട്ടി ചോദിച്ചിരുന്നു ഇങ്ങനെ. അപ്പം അതിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഉത്തരം എന്താന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഒരു നിങ്ങൾക്കറിയാം, കുറച്ച് കാലം മുമ്പ്, കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. പത്രത്തിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെരുപ്പിൻ്റെയൊക്കെ എണ്ണം കേട്ട സമയത്ത്, അവർ ധരിക്കുന്ന മറ്റ് പല വസ്തുവകകളുടെയൊക്കെ എണ്ണം കേട്ട സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഹോ, അറിയാം എന്തിനാ? ചില സമയത്ത് ചില വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 2 ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ഭാര്യയും ഭർത്താവും പിന്നെ കുട്ടികളുണ്ടാവും ഒരു. പക്ഷെ അവിടെ കാണുന്ന ചെരുപ്പിൻ്റെ എത്രയാ ചെരുപ്പ് എന്നറിയോ? അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഒരുപാട് വിരുന്നുകാർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ പഴയ വള്ളി പൊട്ടിയതും എല്ലാം ഉണ്ടാവാം, എന്നാലും ഒന്നും കളയില്ല. അങ്ങനെ ഒരു 25-30 എണ്ണമൊക്കെ കാണും. അപ്പോൾ തന്നെ അത്ഭുതപ്പെടുന്നു. ഒരാളുടെ 10-25 ചെരുപ്പ് കാണുമ്പോൾ അത്ഭുതപ്പെടണമെങ്കിൽ ഈ വിരാട് രൂപം കണ്ടു കഴിഞ്ഞാലോ നമ്മുടെ ഭാവനയ്ക്കപ്പുറത്താ. ഭഗവാന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ഭാവത്തെ പറഞ്ഞ് അതേ സമയത്ത് അതിനോടൊപ്പം തന്നെ ഈ അടുത്ത ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. നോക്കാം നമുക്ക്. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. മത്ത പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ഹേ ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണിഗണ ഇവ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഹേ ധനഞ്ജയ, അല്ലയോ അർജുന, മത്തഹ എന്നിൽ നിന്ന്, മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്, പരതരം എന്ന് പറഞ്ഞാൽ അന്യമായി, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ശ്രേഷ്ഠമായി, എന്നിൽ നിന്ന് അന്യമായി. പരതരം, അന്യത് കിഞ്ചിത്,
വേറെ എന്തെങ്കിലും, അന്യത് വേറെ, കിഞ്ചിത് എന്തെങ്കിലും ഒന്ന്, ഒരു ചെറിയ ഒരു കുത്തുപോലും കുത്താൻ പാകത്തിന് ഒന്നും ഇല്ല എന്ന്. ന അസ്തി, ഇല്ല. ഈ വിശ്വത്തിൽ എന്നിൽ നിന്ന് അന്യമായി യാതൊന്നും തന്നെ ഇല്ല.